ഒരേ വെയിൽ സ്വപ്നങ്ങളും മോഹവും ഒന്നിനി ആകാശവും മേഘവും സഖി നാം ഇന്നപ്പോൾ ചേർന്നിതാ പാടുന്നു ഞാൻ മൗനമാ സഖി. അങ്ങനെ വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ മറ്റൊരു ട്രാവൽ വ്ളോഗായിട്ട് വന്നേക്കുവാണ്. നമ്മളിന്ന് പോകുന്നത് മറ്റെവിടേക്കുമല്ല, നമ്മുടെ സ്വന്തം മാമലക്കണ്ടത്തോട്ടാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് മാമലക്കണ്ടത്തോട്ട് പോയിട്ടാണ്, ലൈവ് വോയിസ് കിട്ടോ. ഇപ്പോൾ ഇതാ എൻ്റെ വീണ്ടും മറ്റൊരു മൺസൂണിൽ മാമലക്കണ്ടം പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും ഉണ്ട്, എൻ്റെ ഫ്രണ്ട് എക്സ്പെർട്സുമായിട്ടുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ 7:45 നല്ല ക്ലൈമറ്റാണ്, മഴ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ആ ഒരു മൂടി ക്ലൈമറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. വെയിലും ഇല്ല, നല്ല ഗ്രീനറിയാണ് കേട്ടോ. നമുക്ക് ഫുള്ള് എന്ത് ഭംഗിയല്ലേ കാണാൻ. മൺസൂൺ തുടങ്ങിയിട്ട് ഏതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞൊരു മാസം മുന്നേ ഞാൻ വാൽപ്പാറ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വ്ളോഗിന് വേണ്ടി പോയതല്ല, പക്ഷെ വ്ളോഗ് എടുത്താൽ മതിയായിരുന്നു, അത്രയും അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് മാമലക്കണ്ടം ആക്കാമെന്ന് കരുതി. 2 ഓപ്ഷനായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, വാൽപ്പാറയും അതുപോലെ തന്നെ മാമലക്കണ്ടം. അപ്പോൾ വാൽപ്പാറ എന്തായാലും വൈകാതെ നമുക്കൊരു വ്ളോഗ് എടുക്കാം. ഓൾറെഡി മൺസൂണിൽ പോയ വ്ളോഗ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ മാമലക്കണ്ടം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത്. ഏകദേശം ഒരു 1.5 കൊല്ലം മുന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു മാമലക്കണ്ടം റൂട്ട് വഴി വന്നിട്ടുള്ളത്. അന്ന് ഇങ്ങനെയൊന്നുമല്ല, അത് സമ്മർ ടൈമായിരുന്നു, നല്ല വെയിലായിരുന്നു, നല്ല ചുട്ടുപുള്ളി വിയർത്ത്. വ്ളോഗ് ചെയ്യാൻ അതിയായ ആഗ്രഹം അല്ലെങ്കിൽ ആശ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാമലക്കണ്ടം വന്നത്. അന്ന് സമ്മർ ആയതുകൊണ്ട് തന്നെ എനിക്ക് മാമലക്കണ്ടം അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. മാമലക്കണ്ടത്തിൻ്റെ ആ വൈബ് എന്ന് പറയുന്നത് മൺസൂണാണ്. മൺസൂണിൽ ആ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ആ ഒരു ആംബിയൻസും ആ ഒരു മൂടിക്കെട്ടിയിട്ടുള്ള ആ ഒരു ഇരുണ്ട കാർമേഘവും മഴക്കോളും പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒഴിച്ച് വരുന്ന ചോലകളും അരുവികളും. റൈറ്റ് സൈഡിൽ നോക്കി എൻ്റെ മോനെ രക്ഷയില്ലാത്ത കോടൊക്കെ വന്നിട്ട്, കോട വന്നതല്ല, കോട പോയിട്ടില്ല, കോട ഇറങ്ങിയിട്ടുണ്ട്. ഫുള്ള് കോട അങ്ങനെ അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ കുട്ടമ്പുഴ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു റൈറ്റ് ടേൺ ഉണ്ട്, കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ആ ഒരു ടേണിങ് കാണും. കുറച്ചുകൂടെ പോകണം, ഒരു 350 മീറ്റർ കൂടെ പോകണം. ഇവിടുന്ന് ഇനി വെറും 13 കിലോമീറ്റർ മാത്രമേ മാമലക്കണ്ടത്തോട്ടുള്ളൂ. ആ ഒരു ഫോറസ്റ്റിനകത്തൂടെയുള്ള റൂട്ട് ഏകദേശം ഒരു 10 കിലോമീറ്ററോളൊക്കെ ഉണ്ടാവുള്ളൂ. ആ 10 കിലോമീറ്റർ കിട്ടുന്ന ആ ഒരു ആംബിയൻസ് തന്നെയാണ് മാമലക്കണ്ടം. പക്ഷേ അത് വേർത്താണ്. അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ കിട്ടുന്ന ആ ഒരു വ്യൂ അല്ലെങ്കിൽ ആ ഒരു ഫീല് മൂന്നാർ, അടിമാലി, മാമലക്കണ്ടം ഒക്കെ ഇതുവഴിയാണ്. അപ്പോൾ നിങ്ങൾ മൂന്നാറൊക്കെ പോകുന്ന മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്നത് കണ്ടിട്ടുണ്ടാവും. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് മാമലക്കണ്ടത്തോട്ട് എത്തി, മാമലക്കണ്ടത്തു നിന്ന് വാളറ വാട്ടർഫാൾസിന് തൊട്ട് മുന്നായിട്ട്, അതായത് നേര്യമംഗലം പാലം കഴിഞ്ഞിട്ടാണോ, അതെ, നേര്യമംഗലം പാലം കഴിഞ്ഞിട്ടാണെന്ന് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ തൊട്ട് മുന്നേ, അല്ലെങ്കിൽ നേര്യമംഗലം പാലം കഴിഞ്ഞതിന് ശേഷം തൊട്ട് ശേഷം അവിടത്തോട്ട് നമ്മൾ ചാടും. പിന്നെ നമ്മൾ നേരെ എറണാകുളം മൂന്നാർ ഹൈവേ, അങ്ങനെ ഇതുവഴി നമുക്ക് മൂന്നാർ പോവാം. നമ്മളതാ ആ ഒരു ഡീപ്പർ ഫോറസ്റ്റിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഫുള്ള് എങ്ങനെയാവും, ഈ ഒരു വിഷ്വലാവും, ഈ ഒരു ഫ്രെയിമാവും, ഈ ഒരു സീനറി ആവും. നല്ല ഇരുണ്ട ക്ലൈമറ്റാണ്. വാവ്, നല്ല ഗ്രീനറിയാണ്.
അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് മാമലക്കണ്ടത്തോട്ട് ഒരു തിരിയാനുള്ള റൂട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന ടൈമിലൊക്കെ അത് ഒരു പഴയ ബോർഡായിരുന്നു. ആ ബോർഡാണെന്നുണ്ടെങ്കിൽ അത് പുതിയ ബോർഡാണ്. ആൻഡ് വാ, ആ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ നമുക്ക് തിരിയാനുള്ള ആ ഒരു സ്പോട്ട്. ലെഫ്റ്റ് 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 ലെഫ്റ്റ്. അവൻ പോയി, ഇനി അവനെ വിളിച്ച് വരണം. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റാണ് മാമലക്കണ്ടം. അതാണ് പഴയ ബോർഡ്. ഈ ഒരു ബോർഡ് പുതിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ഞാൻ അവനെ വിളിച്ച് വന്നിട്ട് ഇതിലൂടെ നമുക്ക് പോവാം. ഇതാണ്, ഈ ഓഫ് റോഡാണ് നമുക്ക് പോകാനുള്ളത് കേട്ടോ. എടാ, ഇത് വഴിയല്ല, ആ കാട് വഴിയാ പോണ്ടേ. എന്ത് പറ്റി? ഇത് വഴിയും കുറച്ചങ്ങ് നല്ല അടിപൊളിയാണ്. ഈ ഒരു സെയിം ഫീല് അവിടെ ഈ കുറച്ചങ്ങോട്ട് പോലും കിട്ടും. യെസ്, വീണ്ടും റൂട്ട് തെറ്റിച്ചല്ലോ. ഈശ്വര, ഇവര് ബോർഡൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോയാൽ പോരെ. വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഞാൻ സോളോ ആയിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. എല്ലാത്തിലും വെള്ളമുണ്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ അരുവിയും ചോലയും എല്ലാത്തിലും വെള്ളമുണ്ടാകും. ഇപ്പം നമ്മൾ പോകുന്നത് ഇതൊക്കെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള ഏരിയാസാണ്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട് പോലെ അവിടുത്തെ പോലെ എപ്പോഴും ആന ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിലും ഇവിടെയും ആന ഇറങ്ങാറുണ്ട്. ഇവിടെ ആന ഇറങ്ങിയിട്ടുള്ള ഒരു ഇൻസ്റ്റ റീലൊക്കെ വൈറലായിട്ടുണ്ട്. ഇവൻ്റെ മുന്നിൽ പോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവന് എവിടെയെങ്കിലുമൊക്കെ നിർത്തേണ്ടടുത്തൊക്കെ നിർത്തും, നിർത്തേണ്ടടുത്തൊന്നും നിർത്തില്ല. മൺസൂണും ഓഫ് റോഡും അഡ്വഞ്ചർ വണ്ടിയും ഇതൊക്കെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ്, ഒരു ഫീലാണ്. മറ്റു വണ്ടികൾ കിട്ടില്ല എന്നല്ല. അഡ്വഞ്ചർ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇല്ല കല്ലും മഴയും മണ്ണും ചളിയും ഒന്നും ഒരു പ്രശ്നമില്ല, കയറ്റിയെടുത്ത് പോകും. പ്രത്യേകിച്ച് എക്സ്പൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. വീക്കെൻഡ് ആണെങ്കിൽ പോലും നല്ല രാവിലെ ആയതുകൊണ്ട്, നല്ല രാവിലെ അല്ല, ഏകദേശം ഒരു 8:30 എന്ന് പറയുന്നതും രാവിലെയാണ്. അതുകൊണ്ടാണ് വണ്ടികളൊന്നും ഇല്ലാത്തത്. പൊതുവെ ഈ റൂട്ട് എന്നൊക്കെ പറയുന്നത് നല്ല തിരക്കുള്ള റൂട്ടുകളാണ്. വീക്കെൻഡിലൊക്കെ ഫാമിലീസും ഫ്രണ്ട്സും എല്ലാവരും വരുന്ന ഒരു എറണാകുളത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു മെയിൻ സ്പോട്ടാണ് മാമലക്കണ്ടം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു സീസണും കൂടെയാണ്.
ഇവിടെ ഒരു അരുവിയുണ്ട്. ഈ പാലത്തിൻ്റെ പണി ഇടയ്ക്ക് ഈ പാലം പണി നടക്കുന്നുണ്ടായിരുന്നു. അന്ന് വണ്ടികളൊക്കെ താഴത്തൂടെ അതിലൂടെ ഇറങ്ങി പോവുമായിരുന്നു. ഇപ്പോൾ ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ കാണുന്ന ഇതുവഴിയായിരുന്നു എല്ലാ വണ്ടികളും കയറി വന്നിട്ടുണ്ടായിരുന്നത്. ഈ പാലം പണി നടക്കുന്ന സമയം ആ അരുവി ക്രോസ് ചെയ്തിട്ട്. ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഇവിടെ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക പേരും സൈഡാക്കി പോകുന്നൊരു സ്ഥലമാണ്. അപ്പം നമുക്കും ഇന്ന് സൈഡാക്കിയിട്ട് കുറച്ച് നേരം നിന്നിട്ട് പോവാം. ഞാൻ ഇവിടെ കോട എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ വലിയ എക്സ്പെക്റ്റ് ചെയ്ത രീതിക്കുള്ള കോട ഇവിടെ അല്ല. ഇനി അവിടെ ഞാൻ കാണിച്ചു തരാം. അവിടെ അതെ അവിടെ പൊങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ലൈൻ പെയ്താൽ, ഇപ്പോൾ ഒരു മഴ പെയ്താൽ നല്ല രീതിക്ക് നല്ല വേറെ ഫീലേ ആവും കേട്ടോ. ഇപ്പോൾ ഇവിടെ അത്രത്തോളം ഇരുണ്ടിട്ടില്ല, ലൈറ്റുമില്ല, അതുപോലെ തന്നെ ഒന്നും നല്ല ഡാർക്കറും അല്ലാത്തൊരു രീതിക്കുള്ള ക്ലൈമറ്റാണ്. നീ മാത്രമായി ഒരേ നില, ഒരേ വെയിൽ, ഒന്നായിതാ ഉൾമൊഴി, ഒന്നായിതാ കൺവഴി, ഒരേ നില, ഒരേ വെയിൽ, സ്വപ്നങ്ങളും മോഹവും ഒന്നിനി. അങ്ങനത്തെ ഞാൻ വണ്ടി മാറി ഇപ്പോൾ എക്സ്പ്രസ്സാണ്. അത്യാവശ്യം നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ആ സമയപ്പോഴേക്ക് കുറേ പേര് പോയിട്ട് നമ്മൾ പാസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ നല്ല രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ തിരക്കില്ലാതെ ഇത്രയും നേരം ദൂരം വരാൻ പറ്റി. ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് മാറി ഇതിലിരിക്കുമ്പോൾ ആ ഒരു വെയിറ്റ് ഡിഫറൻസ് ആനപ്പിണ്ടം പിന്നെ നിങ്ങളുടെ അടുത്ത് ബൈക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടത്തോട്ട് KSRTC ഉണ്ട്. KSRTCയുടെ ഉല്ലാസ യാത്രാ പദ്ധതി ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാമലക്കണ്ടം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. മഴയൊന്നുമില്ല, മഴയൊന്നും വരുന്നില്ല. ഏറുമാടം കണ്ടോ? ഇതൊന്നും ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ ആദ്യം ഇവിടെ ഉള്ളതാണ്. വിശപ്പായി തുടങ്ങി. രാത്രി എണീറ്റാലുള്ള പ്രശ്നം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഈ റൂട്ടിൽ പ്രത്യേകിച്ച് ഇങ്ങനെ നിർത്തി കാണുന്ന സ്പോട്ടുകളൊക്കെ കുറവാണ്. ഈ ഒരു ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 സ്ഥലങ്ങളിൽ നമ്മൾ നിർത്തിയ സ്ഥലം, ഇപ്പോൾ തൊട്ട് പാസ് ചെയ്തിട്ടുള്ള സ്ഥലം, ഇവിടെയാണ് കൂടുതലായിട്ടും വണ്ടികളൊക്കെ നിർത്തുക. ഇനി പിന്നെ അങ്ങ് മാമലക്കണ്ടം എത്തിയിട്ടേ ഉള്ളൂ ബാക്കി കാഴ്ചകളൊക്കെ. മാമലക്കണ്ടം സ്കൂളും പിന്നെ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തോട്ടൊക്കെ പോയിട്ട് വലത്തോട്ട് ഇടത്തോട്ടൊക്കെ പോയാൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലും അല്ലാതെയൊക്കെ കുളിക്കാനൊക്കെ പറ്റുന്ന വെള്ളക്കെട്ടുകളും ഒക്കെ ഉണ്ട്. ഇപ്പം എന്താണ് അവസ്ഥ? വെള്ളം ഓവറാണോ വെള്ളം കുറവാണോ? കുറവാവാൻ ചാൻസ് ഇല്ല. വെള്ളം ഓവറാണോ എന്നൊന്നും അറിയില്ല.
വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ബൈക്കാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പോവാം. പക്ഷെ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് ഇതേപോലെ സൈഡായി കൊടുക്കുന്നതാണ് ബെറ്റർ. ഇനി കുറച്ചങ്ങ് പോകുമ്പോൾ ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഞാൻ പോയ സമയത്ത് അന്ന് ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടെ ഒരു ആനക്കട എന്ന് പറയുന്നൊരു ചായക്കടയൊക്കെ പലരുടെയും വീഡിയോയിൽ കണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ലിക്വിഡ് മണി കീപ്പ് ചെയ്യുക. റേഞ്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ നാട്ടിലല്ല, പക്ഷേ എന്താ പറയുക, റേഞ്ച് നമുക്ക് സിറ്റിയിൽ കിട്ടിക്കോളുന്ന പോലെ ഇവിടെ കിട്ടിക്കോണം എന്നൊന്നുമില്ല. അതുകൊണ്ട് ലിക്വിഡ് മണിയൊക്കെ കരുതിയാൽ ബെറ്റർ ആവും. വാവ്, ആ റൂട്ടിൻ്റെ ഭംഗി നോക്കി. കോൺക്രീറ്റ് റോഡാണ്. ഈ കോൺക്രീറ്റ് റോഡ് നല്ല പച്ചപ്പൊക്കെ പിടിച്ച് രണ്ട് സൈഡിലും ഫുള്ള് ഗ്രീനറി ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്രാവശ്യം വന്നപ്പോഴും ആനനെ റോട്ടിലൊന്നും കണ്ട, സൈഡിലെവിടെയെങ്കിലും കണ്ടാൽ മതി. ഇപ്പം നമ്മൾ കണ്ട ആനപ്പിണ്ടങ്ങളൊന്നും പുതിയതല്ല, ഫ്രഷല്ല. അപ്പം ഇന്നലൊന്നും ഇറങ്ങിയിട്ടുണ്ടാവും, അറിയൂല നമുക്കൊന്നും. അപ്പോൾ എന്തായാലും മാമലക്കണ്ടം വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഒരു വെയിലുമില്ല. വെയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര വെയിലാണ്, ഒരു വൈബും ഉണ്ടാവില്ല. കാരണം എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് ഒരു വൈബും നമുക്ക് ഈ റൂട്ടിൽ പോകുമ്പോൾ തോന്നില്ല ആ ടൈമിൽ. നമ്മളിവിടെ സൈഡ് ഇവിടെ ഇപ്പോൾ സൈഡ് ഒതുക്കി കൊടുത്ത് 2 ടൈമും നമുക്ക് ആ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാട്ട് ആ ഒരു സ്മൈലുണ്ട് ഡ്രൈവേഴ്സിൻ്റെ. ഇപ്പോൾ 2 പ്രാവശ്യം കിട്ടി. അത് നമ്മൾ ട്രാവലറിന് വേണ്ടിയിട്ട് ഒതുക്കി കൊടുത്തു. ഇപ്പോൾ ഏതാ ഇതാണ് ഞാൻ പറഞ്ഞ ആനക്കട. നമ്മളങ്ങനെ ആനക്കട റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു കേട്ടോ അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ പേരൊക്കെ മാറ്റി ആനക്കട. കൊള്ളാലോ. ചേട്ടനാണോ ആനക്കടൻ്റെ ആള്? ആ, ഞാൻ മുതലാളിയൊന്നുമില്ല, ഇവിടെ അന്നേരം എല്ലാവരും മുതലാളിമാരാ ആനക്കടയുടെ. ചേട്ടൻ്റെ പേരെങ്ങനെ? ഒരു മുതലാളി, ഒരു മുതലാളി. ഇതാണ് ശരിക്കും മുതലാളി, ആനക്കടയുടെ ഓണർ ബേസിൽ. അപ്പോൾ ചേട്ടൻ്റെ പേര്? എന്റെ പേര് സിജു എന്നാണ്. നമ്മുടെ ജീപ്പാണ് ഓഫ് റോഡ്. സിജു ദിവാകരൻ കാനങ്കാവ്. കടുവ എന്ന് പറയും. കടുവ ജീപ്പ്. അപ്പിന്ന് വിളിച്ചാലേ അറിയുള്ളൂ. അങ്ങനെ അറിയുള്ളൂ. അത് കൊള്ളാം. അപ്പൊ എന്താ ഈ പേരെന്താ ഇത് സ്ട്രൈക്ക് ആയി പോയി? ആനക്കട. ആനക്കട എന്നിടാന്നുണ്ടെങ്കിൽ ആനയുണ്ട്. ആന എപ്പോഴും ഉണ്ട്. ഇന്നും ഉണ്ടായിരുന്നു, മിക്ക ദിവസം തന്നെ ഉണ്ട്. ഇപ്പൊ ഈ ചക്കയൊക്കെ ഉണ്ടാവുന്ന സമയമാണ്, അത് കാരണം എപ്പോഴും ആനയുണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് കഴിയുമ്പോൾ കാണിച്ചു തരാം. മിക്ക ദിവസം തന്നെ ഉണ്ട്. പിന്നെ ആനയുണ്ട്, കുരങ്ങ്, പന്നി, പുലി, കടുവ. കുറച്ച് മുമ്പ് പുലിക്കളിയും കടുവക്കളിയൊക്കെ ആയിരുന്നു. അതെപ്പോഴും അതൊരു 2-3 മാസം മുമ്പ് കടുവ ഇറങ്ങി കുറച്ച് നാളത്തേക്ക് ഒരു ചെറിയൊരു ഭീതി വരുത്തുന്നായിരുന്നു. പിന്നെ എന്താണ് ഈ കട തുടങ്ങിയപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ആൾക്കാരൊക്കെ എപ്പോഴാണ് സീസൺ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ? സീസൺ എന്ന് പറഞ്ഞാൽ മഴക്കാലം തന്നെയാണ് സീസൺ. മഴക്കാലം തന്നെയാണ് സീസൺ. മഴക്കാലത്ത് അപ്പോൾ തിരക്ക് അത്യാവശ്യം ഉണ്ടാവും. തിരക്കുണ്ട്. പിന്നെ നമ്മുടെ ഈ വഴിയുടെ ഒരു ശോചനീയാവസ്ഥ കാരണം ഇപ്പോൾ ഒരു ചെറിയൊരു തിരക്കുറവുണ്ട്. അപ്പം അതിന് ബന്ധപ്പെട്ട അധികാരികളൊക്കെ അതിനൊരു പരിഹാരം കാണുമെന്ന് വിചാരിക്കണം. ശരിക്കും മഴക്കാലത്ത് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം മാമലക്കണ്ടമാണ്. കാരണം മഴക്കാലമാണ് നമ്മുടെ മാമലക്കണ്ടത്തിന്റെ സൗന്ദര്യം. പച്ചപ്പും വെള്ളവും. ഈ മാമലക്കണ്ടം ഗ്രാമപഞ്ചായത്ത് തുടങ്ങണ ഇവിടുന്ന്
അത് നമ്മുടെ കുട്ടമ്പഴയാണ് പഞ്ചായത്ത്. കുട്ടമ്പഴ പഞ്ചായത്തിലെ ഏറ്റവും സുന്ദരമായ ഗ്രാമമാണ്. കുട്ടമ്പഴ പഞ്ചായത്തിന് വേറെ പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് നിർണ്ണയിക്കുന്ന ഒരു പഞ്ചായത്താണ് കുട്ടമ്പഴ പഞ്ചായത്ത്. അതുണ്ടെങ്കിൽ നേരത്തെ പാലക്കാട് 1ാം സ്ഥാനത്ത് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇടുക്കി ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്ക് മാറ്റിയായിരുന്നു. അല്ലെങ്കിൽ ഇടുക്കി ജില്ലയായിരുന്നു വലുത്. പിന്നെ ഇത് 2ാമത് ഇടുക്കി ജില്ലയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയാണ്. അപ്പോൾ ഡീൻ കുര്യാക്കോസിന്റെ മണ്ഡലം. ഇതിനകത്ത് കുറേ ആദിവാസി കുടികളുണ്ട്. ഒരു ഇന്ന ആദിവാസി കുടികളുണ്ട്. അതാണ് ഈ കുട്ടമ്പഴ പഞ്ചായത്തിൽ അത്ര വലിയ വലിപ്പം വരുന്നത്. ബാക്കിയെല്ലാം ഫോറസ്റ്റാണ്. കുറേ പ്ലേസുകൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഈ വരുന്നത്. വേറെ റൂട്ടിന്റെ കാര്യം പറഞ്ഞേ. ഇത് മാമലക്കണ്ടം, എളംപ്ലാശ്ശേരി, അഞ്ചുകുടി കഴിഞ്ഞ് നമ്മുടെ മാങ്കുളം, ആനക്കുളം ഒക്കെ പോണ റൂട്ടുണ്ട്. കുറത്തിക്കുടി വഴി ഫോറസ്റ്റ് റൂട്ടാണ്. ഫോറസ്റ്റ് റൂട്ടൊന്നുമല്ല, ഇപ്പോൾ അവർ കയ്യേറി പിടിച്ചു വെച്ചേക്കുന്ന സംഭവമാണ്. ഫോറസ്റ്റ് റൂട്ടൊന്നുമല്ല, എല്ലാവരും പാസ് ചെയ്ത് പോയിക്കൊണ്ട് എല്ലാവർക്കും യാത്ര ചെയ്യാവുന്ന ഒരു വഴിയായിരുന്നു. ഫോറസ്റ്റുകാർ കുറേ നാളുകളായിട്ട് അവരത് അവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഇട്ട് അവരുടെ രീതിക്ക് അവർ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വഴിയും കൂടെ തുറന്നു വിട്ടാൽ ടൂറിസ്റ്റുകൾക്ക് നല്ല മനോഹരമായിട്ട് കാഴ്ചകളും കാടും വന്യമൃഗങ്ങളെ കണ്ട് യാത്ര ചെയ്യാവുന്നൊരു നല്ലൊരു മനോഹരമായ റൂട്ടാണ്. ആനക്കുളത്തിലെല്ലാം അവിടെ പോയി ആനേനെ കണ്ടിട്ട് തിരിച്ചു പോരാം. ആ വഴി മൂന്നാർ പോകാം. നല്ല റൂട്ടാണ്. അത് തുറന്നു കൊടുത്തായിരുന്ന ഒരു ചെറിയൊരു അപാകതകളൊക്കെ മൂലം നിന്നുപോയി. അതും തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു. പിന്നില്ലേ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ സ്റ്റേ വേണമെങ്കിൽ സ്റ്റേ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എറണാകുളത്ത് നിന്ന് നമുക്ക് 2 മണിക്കൂർ കൊണ്ട് നമുക്കിവിടെ വണ്ടി ഓടി വരും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമലക്കണ്ടം എല്ലാം കറങ്ങി കഴിഞ്ഞ് തിരിച്ച് തീർച്ചയായിട്ടും നമുക്ക് സുഗമമായിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റും. അതിനുള്ള ടൈം കിട്ടും. 2 മണിക്കൂർ യാത്രയിലേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത്യാവശ്യം ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പം നമ്മൾ ഈ അർജൻറ്റൊന്നും ഇല്ലാതെ പെട്ടെന്ന് കാണുക, പെട്ടെന്ന് പോവുക, ഇങ്ങനെയൊന്നും അല്ലാതെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സംസാരിക്കാനായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ നാടിനെ കുറിച്ചും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാട്ടുകാർക്ക് പറയാനുള്ളത് കേട്ട് പോവാം. ഇവിടെ ലെഫ്റ്റ് പോയൊരു വാട്ടർഫാൾ ഒരു അരുവിയുണ്ട്. നമുക്കെന്തായാലും അവനാവത് വഴിക്ക് പോയ സ്ഥിതിക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ ആനക്കരയുടെ ചേട്ടനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ജീപ്പ് ട്രക്കിങ് ചെയ്യുന്നൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഇവരുടെ നാടിനെ കുറിച്ചും ഇവിടുത്തെ കൊച്ചു കൊച്ചു പരാതികളും ഇതൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അത് ഇവിടുന്ന് ഈ ഒരു ക്ഷേത്രം റോഡ് പോയാലാണ് നമ്മുടെ മാമലക്കണ്ടം സ്കൂള് കാണുക. ഇതാണ് മാമലക്കണ്ടത്തെ അങ്ങാടി കവല. അപ്പം ലെഫ്റ്റ് പോവാം. അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് വന്ന സമയം മാമലക്കണ്ടം സ്കൂള് ഒരു കമാനം പോലത്തെ ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ വീണ്ടും മാമലക്കണ്ടം സ്കൂളിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ഒന്നും പറയുന്നില്ല, നമ്മൾ വീണ്ടും മാമലക്കണ്ടം സ്കൂളിൻ്റെ പിറകിലെ വെള്ളച്ചാട്ടവും മലയൊക്കെ കാണാൻ എത്തി.